നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. നിക്കോദീമോസിന്റെ ഇടപെടൽ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 50 മുതൽ 52 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, അവരിൽ ഒരുത്തനായി മുമ്പേ അവൻ്റെ അടുക്കൽ വന്നിരുന്ന നിക്കോദീമോസ് അവരോട്, ഒരു മനുഷ്യൻ്റെ വാമൊഴി ആദ്യം കേട്ട് അവൻ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിഞ്ഞിട്ടല്ലാതെ നമ്മുടെ ന്യായപ്രമാണം അവനെ വിധിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവർ അവനോട്, നീയും ഗലീലക്കാരനോ? പരിശോധിച്ച് നോക്കുക, ഗലീലയിൽ നിന്ന് പ്രവാചകൻ എഴുന്നേൽക്കുന്നില്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തുവിനെ പിടിക്കുവാൻ യേശു ശബത്ത് ലംഘിച്ചതിനെ ന്യായീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും യേശു ആണ് ആത്മശാന്തി നൽകുന്നയാൾ തന്നെയാണ് വിശ്വസിക്കേണ്ടത്, യെരുശലേം ദേവാലയത്തിലെ ആചാരങ്ങളെ അല്ല എന്ന് പറഞ്ഞതിനാലും യേശുവിനെ പിടിക്കുവാൻ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ഒക്കെ സേവകരെ അല്ലെങ്കിൽ പട്ടാളത്തെ അയച്ചു. അവർ ചെന്നപ്പോൾ യേശുവിൻ്റെ പ്രസംഗം അവർ കേൾക്കുകയാണ്, യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ അവർ കാണുകയാണ്, ആളുകൾ പരസ്പരം പറയുന്നത് അവർ കേൾക്കുകയാണ്, ഇത് ദൈവത്തിൻ്റെ മനുഷ്യാവതാരം തന്നെയാണ്, ഇത് മശിഹയാണ്, നമ്മുടെ പ്രമാണികൾക്കാണ് തെറ്റുപറ്റിയിരിക്കുന്നത്, ഇവർ പറഞ്ഞ ഏതെങ്കിലും മശിഹ വന്നാൽ ഇതിലേറെ അത്ഭുതം ചെയ്യാൻ ആ മശിഹയ്ക്ക് സാധിക്കുമോ? യേശുവിന് സാധിക്കാത്ത ഒന്നുമില്ലല്ലോ, യേശുവിന് ചെയ്യാൻ കഴിയാത്ത ഒന്നുമില്ലല്ലോ, എന്തെല്ലാം അത്ഭുതങ്ങളാണ് യേശു ഇതിനോടൊപ്പം ചെയ്തത്. അപ്പോൾ ഇത് മശിഹ തന്നെയാണ് എന്ന് ഇവർ പരസ്പരം ആളുകൾ പറയുന്നത് ഈ ചേവകർ കേട്ടു. ചേവകർ യേശുവിനെ പിടിച്ചില്ല. നമുക്കറിയാം, യേശുവിൻ്റെ ശിക്ഷ നടപ്പാക്കിയ ശതാധിപൻ മഹാപുരോഹിതനെ ഒന്നും പേടിക്കാതെ വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു, സത്യം അല്ലേ? അതുപോലെ ഈ ചേവകർ യേശുവിനെ പിടിക്കാൻ വന്നിട്ട് പിടിക്കാതെ അവർ തിരിച്ചു ചെന്നപ്പോൾ അവർ ചോദിച്ചു, നിങ്ങളെന്താ യേശുവിനെ പിടിച്ചുകൊണ്ട് വരാഞ്ഞത്? അവർ പറഞ്ഞു, ആ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ വേറെ ആരും സംസാരിച്ചിട്ടില്ല. നിങ്ങൾ ഓർക്കണം, യേശു ഒരു വിദ്യാലയത്തിലും പഠിച്ചിട്ടില്ല. യേശുവിനെക്കുറിച്ച് യേശുവിൻ്റെ പ്രസംഗം കേട്ട ആളുകൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, പ്രത്യേകിച്ച് പ്രമാണികൾ, വിദ്യാഭ്യാസം ചെയ്യാത്തവൻ ശാസ്ത്രം അറിയുന്നത് എങ്ങനെ? അപ്പോൾ യേശു യഹൂദന്മാരുടെ മതപഠനശാലയിൽ പഠിച്ചിട്ടില്ല. അതിൻ്റെ ഉപരിപഠനം ഗമാലിയേലിൻ്റെ പാദത്തെങ്കിൽ ഉള്ള ഉപരിപഠനമുണ്ട്, അതിനൊന്നും യേശു പോയിട്ടില്ല. അതൊക്കെ ഉദ്ദേശിച്ചാണ് അവർ പറയുന്നത്, വിദ്യാഭ്യാസം ചെയ്യാത്ത ഇവൻ ശാസ്ത്രം അറിയുന്നത് എങ്ങനെ? അവർ അത്ഭുതപ്പെടുകയാണ്. ഇവിടെ ചേവകർ ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത യേശുവിൻ്റെ പ്രസംഗ പാടവം, ആ യേശുക്രിസ്തുവിൻ്റെ ലാവണ്യവാക്കുകൾ, ഒപ്പം യേശുവിനാൽ നടക്കുന്ന അത്ഭുതങ്ങൾ, ഇതൊക്കെ കണ്ടിട്ട് യേശുവിനെ പിടിച്ചുകൊണ്ട് കൊടുക്കുന്നത് അപരാധമാണ്, അത് കുഞ്ഞുങ്ങൾക്ക് ദോഷം വരും, തലമുറകൾക്ക് ദോഷം വരുമെന്ന് മനസ്സിലാക്കി അവര് പണി പോയാലും വേണ്ടുകയില്ല എന്ന് പറഞ്ഞ് അവർ തിരിച്ച്. അപ്പോൾ മഹാപുരോഹിതന്മാർ ചോദിക്കുകയാണ്, അവൻ ഗലീലക്കാരനല്ലേ? ഗലീലയിൽ നിന്ന് അല്ലല്ലോ പ്രവാചകൻ എഴുന്നേൽക്കുന്ന മശിഹ വരുന്നത്. കുറഞ്ഞ സാധാരണക്കാരായ ആളുകൾ അവൻ്റെ പുറകെ കൂടിയെന്ന് വിചാരിച്ച പ്രമാണികളാകട്ടെ, ശാസ്ത്രിമാരാകട്ടെ, പുരോഹിതന്മാരാകട്ടെ ആരെങ്കിലും കൂടിയിട്ടുണ്ടോ? നിങ്ങൾ കൊണ്ടുവരേണ്ടതായിരുന്നു എന്ന് പറഞ്ഞവർ ചേവകരെ ശാസിച്ചു. അപ്പോൾ അവർ കൂട്ടം കൂടി, നമുക്ക് എങ്ങനെ അവനെ പിടിക്കാം? ജനങ്ങൾ അവൻ്റെ പിറകെയാണ്. അപ്പോൾ അതുകൊണ്ട് പെരുന്നാളിൽ സമയത്ത് പിടിക്കണ്ട, അവൻ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ആയിരിക്കുന്ന സമയത്ത് നമുക്ക് അവനെ പിടിച്ചു കൊല്ലണം. അപ്പോൾ അവരിൽ ഒരുവനായിരുന്നു നിക്കോദീമോസ്. അദ്ദേഹം യഹൂദന്മാരുടെ ഉപദേഷ്ടാവാണ്. അദ്ദേഹം ഒരു രഹസ്യമായിട്ട് യേശുവിൻ്റെ അടുക്കൽ ഒരു രാത്രി വന്നതാണ്. അപ്പോൾ യേശു അദ്ദേഹത്തോട് പറഞ്ഞു, മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ നിത്യജീവനുണ്ടാകും. പിന്നെ അവന് വിശ്വസിക്കുന്നവൻ വീണ്ടും ജനിക്കും, പുതുതായി ജനിക്കും, ദൈവമകനാകും, ആത്മാവിനാൽ ജനിക്കും. ഇതൊന്നും നിക്കോദീമോസിന് മനസ്സിലായി. നിക്കോദീമോസിന് ആകെ അറിയാവുന്നത് ന്യായപ്രമാണം പഠിപ്പിച്ചാൽ അല്ലെങ്കിൽ പാലിച്ചാൽ സ്വർഗം കിട്ടും, കൊല ചെയ്ത് വ്യഭിചാരം ചെയ്ത് മോഷ്ടിക്കരുത്, അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, അളസാക്ഷ്യം പറയരുത്, ഇങ്ങനെയൊക്കെ, വിഗ്രഹം ഉണ്ടാക്കരുത്, വിഗ്രഹത്തെ നമിക്കരുത്,
ഈ കാര്യങ്ങളൊക്കെ പാലിച്ചാൽ സ്വർഗം കിട്ടുമെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നതും അതാണ് അദ്ദേഹം പഠിപ്പിക്കുന്നതും. അപ്പോൾ യേശു പറയുകയാണ്, പുതുതായി ജനിക്കണം, ആത്മാവിനായി ജനിക്കണം, പിന്നെ മോശ മരുഭൂമി സർപ്പത്തെ ഒത്തുള്ള മനുഷ്യപുത്രം ഉയർത്തണം, അവനിൽ വിശ്വസിക്കണം. നിക്കോദിമോസിന് മനസ്സിലായ അദ്ദേഹം തിരിച്ചുപോയി. അദ്ദേഹം പോയിട്ട് ശ്രേഷ്ഠമന്ത്രി യോസേഫിനോടൊക്കെ ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് മനസ്സിലായില്ല. എന്തായാലും ഇപ്പോൾ നിക്കോദിമോസ് ഇടപെടുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഒരു മനുഷ്യൻ്റെ വാമൊഴി കേട്ടിട്ട് അവൻ എന്ത് ചെയ്യുന്നുവെന്ന് കൃത്യമായിട്ട് ചോദിച്ചറിഞ്ഞിട്ടല്ലേ നമ്മുടെ ന്യായപ്രമാണം അവനെ വിധിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ആരോ പറഞ്ഞതൊക്കെ കേട്ട് ഒരാളെ പിടിച്ച് കൊല്ലുന്നത് ശരിയല്ലല്ലോ എന്ന് നിവൃത്തനായ ഭക്തനായ നിക്കോദിമോസ്, മാന്യനായ മനുഷ്യൻ പറയുക. അപ്പോൾ അവർ അദ്ദേഹത്തെ തിരുത്തിക്കൊണ്ട് പറയുകയാണ്, നീയും ഗലീലക്കാരനാണോ? ഗലീലയിൽ നിന്ന് പ്രവാചകൻ എഴുന്നേൽക്കുന്നില്ലല്ലോ. അതായത് നീയോ ബേത്ലഹേം എഫ്രാത്തെ, അത് യഹൂദയിലെ സ്ഥലമാണ്. അപ്പോൾ യഹൂദയിൽ നിന്നാണ് ദൈവം വരുന്നതെന്ന്, മശിഹ വരുന്നതെന്നൊരു സൂചന അവർ ചിലർ വിശ്വസിക്കുന്നുണ്ട്. അതാണ് അവർ പറയുന്നത്. ഗലീലയിൽ നിന്ന് പ്രവാചകൻ എഴുന്നേൽക്കുന്നില്ലല്ലോ. ഗലീലയിൽ നിന്നൊക്കെ മുമ്പ് ധാരാളം പ്രവാചകന്മാർ, യോനയെപ്പോലുള്ള പ്രവാചകന്മാരൊക്കെ എഴുന്നേറ്റിട്ടുണ്ട്. പക്ഷെ അവർ പറയുകയാണ്, ഗലീലയിൽ നിന്ന് പ്രവാചകൻ എഴുന്നേൽക്കുന്നില്ലല്ലോ. അപ്പോൾ ദൈവം മനുഷ്യനാകുന്നത് ഗലീലക്കാരനായിട്ടല്ല എന്ന് നിക്കോദിമോസിനെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, എന്തുകൊണ്ടാണ് നിക്കോദിമോസ് ഇവിടെ ഇടപെട്ടത്? നിക്കോദിമോസ് ഒരു രാത്രി യേശുവിൻ്റെ അടുക്ക വന്ന് യേശു പറഞ്ഞത് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ, യേശുവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം പഠിച്ചതിൻ്റെ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ യേശു മശിഹയായിരിക്കാം എന്ന് ഉള്ള ഒരു ചിന്തയിലേക്ക് നിക്കോദിമോസ് മാറ്റപ്പെട്ടു. അദ്ദേഹത്തിന് ഒട്ടും മനസ്സിലായില്ല. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലായി. അതുകൊണ്ട് അദ്ദേഹം യേശുവിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, യേശുവിനെ കുറച്ചെങ്കിലും അറിയാവുന്ന ആളുകൾ ഒരിക്കലും യേശുവിനെതിരായിട്ട് നീങ്ങുകയില്ല. അവർ യേശുവിനെതിരായി നീങ്ങുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയുമില്ല. അതാണ് വാസ്തവത്തിൽ ലോകത്തെമ്പാടും കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് മിഷണറിമാർ സ്ഥാപിച്ച സ്കൂളുകളിലൊക്കെ പഠിച്ച ഭരണാധികാരികളുണ്ട്. അവർ ക്രിസ്ത്യാനിറ്റിനെതിരായിട്ട് പൊതുവേ പ്രവർത്തിക്കുകയില്ല. കാരണം അവർക്ക് വിദ്യാഭ്യാസം നൽകിയതും ഭാഷ നൽകിയതും അവർക്ക് ജോലി കിട്ടാൻ കാരണമായതും അവർ രാഷ്ട്രീയ നേതാക്കളാകാൻ ഇടയായതുമൊക്കെ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ സ്ഥാപിക്കപ്പെട്ട സ്ഥാപനങ്ങളുടെ സ്വാധീനത്താലാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ വലിയ ഉപകാരമൊന്നും ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കത്തില്ല. ഇവിടെ നിക്കോദിമോസ് യേശുവിനെ പ്രതിരോധിക്കുവാൻ അദ്ദേഹം ഒരു ശ്രമം നടത്തുകയാണ്. കർത്താവിനെ മനസ്സിലാക്കിയ ആളുകൾ തീർച്ചയായിട്ടും കർത്താവിന് വേണ്ടി നിലകൊള്ളും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.